ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കിച്ചൺ കാണുമ്പോൾ എന്താ ഭംഗിയില്ലേ. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ കിച്ചണിൻ്റെ അവസ്ഥ. ഭയങ്കര മോശമായിരുന്നു. കുറേ നാളുകളായിട്ട് എൻ്റെ സ്വൈര്യം എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഒരു കിച്ചണെ ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്കാക്കാൻ ഒരു ദിവസം വേണ്ടി വന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഈ കുഞ്ഞുമക്കളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും അങ്ങനെ ചെയ്യണ്ടായില്ല. ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ് സമയം പോലെ ചെയ്ത് അങ്ങ് ഒപ്പിച്ച് വെക്കാമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിന് സമയം കിട്ടാറുള്ളൂ. കാരണം ട്വിൻസും മൂത്ത മക്കളും അത്ര വലുതല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ശ്രദ്ധ ചെലുത്താൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വേണ്ടില്ല, ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കാമെന്ന് ഉറച്ച് നിന്ന. അപ്പോൾ മക്കൾസിനെയൊക്കെ വാപ്പച്ചിരി ഉമ്മച്ചിരി അടുത്താക്കിയിട്ട് നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ക്ലീനിങ്ങിനായിട്ട് നിൽക്കണേ കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഗ്യാസ് സ്റ്റവ് വച്ചേക്കണ ആ ഒരു ഏരിയ അങ്ങ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുമ്പോൾ നല്ലതുപോലെ ഊത്തടിച്ചിട്ട് അവിടെ നനഞ്ഞ് എപ്പോഴും എത്ര തുടച്ചിട്ടാലും ഇങ്ങനെ പൊടിയും അഴുക്കും ഒക്കെ ആവും. അതുമാത്രമല്ല, അവിടെ ഓൾറെഡി മുമ്പ് വിറകടുപ്പായിരുന്നുകൊണ്ട് അതിൻ്റെ പുകക്കരി ചാടും. അതാണ് കേട്ടോ ആ ബ്ലാക്ക് ഡോട്ടായിട്ട് കിടക്കണേ. അപ്പോൾ എപ്പോഴും ഉരുമി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കിച്ചണിൽ ഡീപ്പ് ക്ലീനിങ് നടക്കണ ഒരു ഏരിയ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടവും നമ്മൾ ഓടിച്ചിട്ടൊന്ന് തുടച്ചങ്ങ് പോവാറാ പതിവ്. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ ഒതുക്കി പറക്കി എപ്പോഴൊന്നും അങ്ങനെ വെക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ. ചിലപ്പോൾ കഴുകി കഴിയുമ്പോഴായിരിക്കും മക്കൾസ് ബഹളം തുടങ്ങണേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അതങ്ങ് എടുത്തു വച്ചിട്ട് ഓടും. അതാണ് സാധാരണ എന്നും നടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും വേണ്ടില്ല, എൻ്റെ ഉറക്കം കെടുത്തണ ഈ ഒരു സംഭവം അങ്ങ് ക്ലീൻ ആക്കിയിട്ട് സമാധാനമായിട്ട് ഇന്നെങ്കിലും കിടന്നുറങ്ങാമെന്നുള്ള അതേ പ്ലാനിലാണ് കേട്ടോ ഈ സമയമില്ലാ സമയത്തും ഇതിനു വേണ്ടി നിൽക്കണം. അപ്പോൾ സൺഡേ എല്ലാവരും ഔട്ടിങ്ങും കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായപ്പോൾ ഞാനിവിടെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ്ങുമായിട്ട് തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഫൈനൽ റിസൾട്ട് ഭയങ്കര സാറ്റിസ്ഫൈയിങ് തന്നെയായിരുന്നു കേട്ടോ. എന്തൊരു സമാധാനമായിരുന്നു എന്നറിയാം. കുറേ ദിവസമായിട്ടുള്ള ഒരു ഇതെല്ലാം അങ്ങോട്ട് നല്ല രീതിയിൽ നടന്നപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് നന്നായിട്ട് അങ്ങോട്ട് സോപ്പൊക്കെ ഇട്ട് ഉരുമി കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ. ശേഷം അതിൻ്റെ ചുറ്റുമുള്ള ഭിത്തിയും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് സോപ്പിട്ട് ഉരച്ച് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ചാടിച്ച് അവിടെ അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ വച്ചിരുന്ന കുപ്പികളും കത്തിയും കാര്യങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച് അവിടെ തന്നെ അങ്ങ് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഓർഗനൈസ് ചെയ്തൊന്നും അപ്പം വയ്ക്കണില്ല, എല്ലാം കഴുകി വൃത്തിയാക്കി ഒതുക്കി അവിടെ വയ്ക്കണുള്ളൂ കേട്ടോ. കാരണം ചില്ല് കുപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അപ്പുറത്തിട്ട് ഇനി മക്കൾസൊക്കെ വന്ന് തൊട്ട് കഴിയുമ്പോൾ പിന്നെ പൊട്ടണ്ടല്ലോ എന്നോർത്ത് അവിടെ തന്നെ അങ്ങ് ഒതുക്കി റെഡിയാക്കി വെച്ചു. അതുമല്ല, ഗ്രോസറി ഐറ്റംസൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു റീഫില്ല് ചെയ്യണതിന് മുമ്പ് ഇത് ചെയ്ത് വെക്കുമായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ പിന്നെ ഇനി ഫ്രഷായിട്ടെല്ലാം ചെയ്യാമല്ലോ എന്നോർത്തു. പിന്നെ ആ ഗ്യാസ് സ്റ്റോപ്പ് വച്ചേക്കണതിൻ്റെ അടിയിലൊരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ അരി പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ വയ്ക്കണേ. അപ്പോൾ അത് ബക്കറ്റുകളൊക്കെ എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ആദ്യം അതിൻ്റെ അടിയൊന്നങ്ങ് അടിച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ശേഷം നല്ലതുപോലെ 2-3 വട്ടം അങ്ങ് തുടച്ച് ആ ഭാഗം അങ്ങ് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അരിയും പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബക്കറ്റുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ടേക്ക് വെച്ച് ആ ഒരു ഏരിയ ആദ്യമേ തന്നെ അങ്ങ് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ പകുതി പണി കഴിഞ്ഞുല്ലോ. പിന്നെ നേരെ സിങ്കിൻ്റെ അടിയിലുള്ള ആ ഒരു ഏരിയ ക്ലീൻ ആക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഈ തേങ്ങാച്ചോറ് ബിരിയാണിയൊക്കെ വെക്കണ അങ്ങനത്തെ പോട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എപ്പോഴും എടുക്കണേ ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുകി അവിടെ തന്നെ വയ്ക്കും. അതങ്ങനെ കൂടി കുറേ ദിവസമായിട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് എടുത്ത് വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് കഴുകാനായിട്ട് എടുത്തിട്ടിട്ട് അവിടെ ഒന്ന് നല്ലതുപോലെ അങ്ങ് അടിച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് സോപ്പിട്ടിട്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാട്ടോ. അപ്പോൾ ആ ചൂല് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അവിടെ പിന്നെ പെട്ടെന്ന് വൃത്തിയാകും. ഇന്ന് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തുടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും ഇങ്ങനെ ചെളി അങ്ങ് കുഴഞ്ഞ് കിട്ടണ പോലത്തെ ഫീലാട്ടോ. ആ സമയം വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പിട്ട് നല്ലതുപോലെ അടിച്ച് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായ പോലെ. എന്നിട്ടൊന്ന് അങ്ങ് തുടച്ചോടെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് ക്ലീൻ ആവും കേട്ടോ. പിന്നെ ഇവിടെ
കിച്ചൺ മാത്രമാണ് ടൈലിട്ടിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങൾ മറ്റേ ചാന്തിട്ടേക്കണോണ്ട് തന്നെ ഓവുണ്ട് കേട്ടോ. നമുക്ക് കഴുകിയാലും കോരിക്കളയണ്ട, ഓവിൽ കൂടെ വെള്ളം പോയിക്കോളും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓവങ്ങ് അടച്ച് വെച്ചേർന്നാൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ അകം വൃത്തികേടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ എപ്പോഴും ഈ കുഞ്ഞുമക്കളുള്ളതുകൊണ്ട് തന്നെ അവർ മൂത്രമൊഴിക്കുകയും ഈ ഭക്ഷണ സാധനങ്ങൾ ചാടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ വൃത്തികേടാകും. അപ്പോൾ ഞാൻ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്നങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കാറാട്ടോ പതിവ്. പിന്നെ എല്ലാ ദിവസവും പറ്റും പോലെയൊക്കെ തുടയ്ക്കും. ഇപ്പോൾ കുറേ ആയിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കാനേ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം കൊണ്ടും ഒന്നങ്ങ് ഓക്കെ ആയി. ഇന്ന് എന്തായാലും ഇതിന് അങ്ങ് തീരുമാനമാക്കാമെന്ന് വെച്ച് നിന്നതാണ്. പിന്നെ വേഗം അവിടെ ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പ് സോപ്പിട്ട് അങ്ങ് കഴുകി വൃത്തിയാക്കി മിക്സിയും കാര്യങ്ങളൊക്കെ തുടച്ച് മറ്റേ ടാപ്പിൻ്റെ അവിടെയൊക്കെ അങ്ങ് ക്ലീൻ ആക്കിയിട്ട് പിന്നെ തട്ടുകളിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പാത്രവും കാര്യങ്ങളൊക്കെ മാറ്റി കഴുകി അങ്ങ് കമത്തിയിട്ട് ആ തട്ടങ്ങ് നന്നായിട്ട് അങ്ങ് തുടച്ചെടുത്തു കേട്ടോ. 2-3 വട്ടം തുടച്ചേ. പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഓടിച്ചാട്ടോ കാണിക്കണേ. 2-3 വട്ടം അങ്ങ് തുടച്ചെടുത്തിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയത് തുടച്ച് അതാത് സ്ഥലത്തേക്കൂടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറും കുട്ടികളുടെ ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഫ്രൈ പാനുകളൊക്കെയാണ് കേട്ടോ ഞാൻ ആ ഉള്ളിക്കൊട്ടയിൽ വെക്കണേ. തൊട്ടിപ്പുറം ഗ്രീൻ കളറുള്ള ഉള്ളിക്കൊട്ടയിൽ സവാള, ഉള്ളി, കിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ റൈസ് പോട്ട് ഏറ്റവും അറ്റത്ത് വെച്ചതെന്ന് വെച്ചാൽ അതിൽ നമ്മൾ പെട്ടെന്ന് എടുക്കാത്ത ഈ കേക്കിൻ്റെ ഐറ്റംസ് കാര്യങ്ങൾ, നമ്മുടെ കുപ്പികൾ, സ്കൂളിൽ കൊണ്ടുപോകണില്ലാത്ത കുപ്പികൾ കാര്യങ്ങളൊക്കെ ആട്ടോ. പിന്നെ അപ്പച്ചട്ടികളെല്ലാം കൂടി ഞാനൊരു പാത്രമൊക്കെ പ്ലേറ്റൊക്കെ ഇടുന്ന സ്റ്റാൻഡില്ലേ, അങ്ങനത്തെ സ്റ്റാൻഡിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ചട്ടികൾ മോശമാവില്ല, നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പാത്രങ്ങളൊക്കെ അങ്ങ് മാറ്റാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചില്ല് പാത്രവും സ്റ്റീൽ പാത്രവും എല്ലാം മിക്സ് ആയിട്ടാട്ടോ ഇരിക്കണേ. കാരണം നമ്മൾ എടുത്തതിന് ശേഷം അതാത് സ്ഥലത്തേക്ക് തന്നെയല്ല റിട്ടേൺ വെക്കണേ. അന്നേരത്തെ തിരക്കിനനുസരിച്ച് നമുക്ക് കയ്യെത്തുന്ന എവിടെയോ അവിടെ അങ്ങ് വെച്ചിട്ട് മാറുവട്ടെ പതിവ്. അപ്പോൾ അത് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുത്ത ഒരു തട്ടാണ്. അപ്പോൾ അതാദ്യമേ തന്നെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ചില്ല് പാത്രങ്ങളെല്ലാം അവിടെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ബാക്കി നമ്മൾ പെട്ടെന്ന് എടുക്കണ പാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ട് എടുക്കല്ലാത്ത പാത്രങ്ങളെല്ലാം മുകളിലേക്കാക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ ആ ഒരു ഏരിയയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായിട്ട് സോപ്പിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ആ തുണിയെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കണ തുണിയാണ്. അപ്പോൾ അത് വെച്ച് കാലും കൊണ്ട് അങ്ങ് തുടച്ച് ഫുള്ള് വെള്ളവും ഉണക്കി കിച്ചൺ നല്ല നീറ്റാക്കി എടുത്തു കേട്ടോ. ഇപ്പോൾ എന്തൊരു സമാധാനമായിരുന്നു എന്നറിയാമോ. ഫുള്ള് ക്ലീനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഇനി ഓർഗനൈസേഷനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചായിരുന്നു. ഇനി ഈ കൗണ്ടർ ടോപ്പ്, ഗ്യാസ് കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയ മാത്രമാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളൂ. അപ്പോൾ പിന്നെ കത്തിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം കിട്ടിയ കുറച്ച് റോസാപ്പൂവ് കേട്ടോ. അപ്പോൾ അത് കളയാൻ മനസ്സ് വന്നില്ല, അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് അവിടെ അങ്ങ് വെച്ചു. ഇപ്പോൾ കുറേ നാൾ വാടി പോണ വരെ അവിടെ ഇരിക്കട്ടെ, അപ്പോൾ അതൊരു ഭംഗിയാലോ എന്നോർത്ത് അതങ്ങനെ വെച്ചു. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഒക്കെ എടുത്ത് അതാത് പൊസിഷനിലൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ രാവിലത്തെ കുറച്ച് ഇടിയപ്പവും ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് മൂടി അതും എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല ക്ലീനായിട്ടുള്ള കിച്ചണാട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും സമാധാനം. ആദ്യത്തെ കിച്ചണേ അല്ലല്ലോ, ഇന്നൊരു ദിവസത്തെ പണിയാണല്ലേ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യണം. ഇങ്ങനെ ആഴ്ചയിലോ മാസത്തിലൊക്കെ ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്തിടുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമായിരിക്കുമല്ലേ. വേറെ തിരക്കോ കാര്യങ്ങളോ കുഞ്ഞുമക്കളൊന്നും ഇല്ലാത്തവർക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ കിച്ചൺ കൊണ്ടു നടക്കാം കേട്ടോ. പക്ഷെ കുഞ്ഞുമക്കളുള്ളവരുടെ കാര്യം നമുക്ക് പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ. എപ്പോഴാണ് നമുക്ക് സമയവും സൗകര്യവും ഒത്തു വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും മാക്സിമം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഇനി ഇതുപോലെയുള്ള ക്ലീനിങ് വീഡിയോ ആയിട്ട് വരാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ല വീഡിയോയിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.